ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്, അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞോ ഒരു ജോലി അന്വേഷിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV-യോ അല്ലെങ്കിൽ റിസ്യൂമോ നമ്മുടെ പക്കൽ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു വളരെ 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ ഒരു റിസ്യൂം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനെക്കുറിച്ചും അറിയാത്തവർ നിരവധി ആളുകളാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഫഷണൽ ടച്ചുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കൊടുക്കാൻ തരത്തിലുള്ള ബയോഡേറ്റ അല്ലെങ്കിൽ റിസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിനുപയോഗിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്ന് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ടച്ചുള്ള ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നും മേക്ക് മൈ റിസ്യൂം എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നും മേക്ക് മൈ റിസ്യൂം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ലിങ്കിലൂടെ കയറി ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ ഒരു CV എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരൊരു ട്യൂട്ടോറിയലാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിത് ഡൺ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്രിയേറ്റ് റിസ്യൂം, സേവ്ഡ് റിസ്യൂം, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ ഒരു റിസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ക്രിയേറ്റ് റിസ്യൂം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേജാണ് വരുന്നത്. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ടച്ചുള്ള അല്ലെങ്കിൽ ഒരു കിടിലൻ പ്രൊഫൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ പ്രൊഫൈൽ നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ എഴുതുന്നത് മൈ റിസ്യൂം എന്ന് പറഞ്ഞ് ഞാൻ അതിനൊരു പ്രൊഫൈൽ നെയിം സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞുള്ളൊരു ഡീറ്റെയിൽ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കോൺടാക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം. നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്യൂമിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അത് ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഗാലറിയിലേക്കാണ് ആ സെലക്ഷൻ പോയത്. അപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്നും എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഈ ഫോട്ടോ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. തൽക്കാലത്തേക്ക് ഞാനിത് വെച്ചതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോട്ടോ തന്നെ തീർച്ചയായും സെലക്ട് ചെയ്യണം. എൻ്റെ കയ്യിൽ എൻ്റെ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഫോട്ടോ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ സൂം ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് സൈസിനനുസരിച്ച് നിങ്ങൾ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് പ്ലേസ് ചെയ്തിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിലേക്ക് നമ്മുടെ ഫോട്ടോ ലോഡായി വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഞാനിവിടെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നൊരു നെയിം കൊടുത്തു. അതുപോലെ താഴെ നിങ്ങളുടെ സ്വന്തം ഇമെയിൽ ID, അതായത് നിങ്ങളുടെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ തൽക്കാലത്തേക്ക് test@gmail.com എന്ന് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫോൺ നമ്പറാണ് എൻ്റർ ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ ഫോൺ നമ്പർ, അതായത് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ബയോഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് നിങ്ങളുടെ പേഴ്സണൽ നമ്പർ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ ഇൻക്ലൂഡ് ചെയ്യുക. ഞാനിവിടെ തൽക്കാലത്തേക്ക് ഒരു ഡെമോ നമ്പർ ഇവിടെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്.
അങ്ങനെ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങളുടെ ജെൻഡർ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അൺമാരീഡ് ആയതുകൊണ്ട് അൺമാരീഡ് ക്ലിക്ക് ചെയ്തു. അതുപോലെ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അഡ്രസ്സ് ഫീൽഡിൽ നിങ്ങളുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ തൽക്കാലം അവിടെ ഡെമോ അഡ്രസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ പിൻകോഡൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ റിലീജിയൻ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൽ ഓപ്ഷൻസ് ഒന്നുമില്ല, നമുക്കെല്ലാം ടെക്സ്റ്റ് ഫീൽഡാണ്, എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണൽ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഇതിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഇതിലൂടെ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ഡെമോ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തു. ഇപ്പോൾ എൻ്റെ സിഗ്നേച്ചർ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കോൺടാക്റ്റ് അപ്പോൾ നിങ്ങൾ എല്ലാ ഫീൽഡിലും ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ക്രിയേറ്റ് റീസ്യൂം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 13 ടെംപ്ലേറ്റിൻ്റെ ഓപ്ഷൻസ് ഇവർ കാണിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഓരോ ടെംപ്ലേറ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടെംപ്ലേറ്റിൽ നിങ്ങളുടെ ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം 13ഓളം ടെംപ്ലേറ്റ്സ് ഇവർ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ടെംപ്ലേറ്റാണ്. അപ്പോൾ ഞാൻ ഈ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുകയാണ്. ഞാനവിടെ സെലക്ട് ചെയ്തു. ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വർക്ക് എക്സ്പീരിയൻസും പ്രോജക്റ്റും മാത്രമാണ് ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഫീൽഡൊക്കെ ബ്ലാങ്ക് ആയി കിടക്കുന്നതുകൊണ്ടാണ് അത് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം നിങ്ങൾ ഈ ഫീൽഡുകളിൽ എല്ലാത്തിലും ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്നാലും നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ടച്ചുള്ളൊരു ബയോഡേറ്റ അല്ലെങ്കിൽ റിസ്യൂം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് എക്സ്പീരിയൻസ് വേണ്ട, നിങ്ങളത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിസ്യൂമിൽ ഉൾപ്പെടുത്തില്ല. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ താഴെയുള്ള നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺടിക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് അതെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫീൽഡ് ടിക്ക് ആവാത്തത് ഞാൻ ഈ ഫീൽഡിലൊന്നും ഡേറ്റ എൻ്റർ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഫീൽഡ് നമുക്ക് ടിക്ക് ആവാത്തത്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് റിസ്യൂം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ഞാൻ അവിടെ റിസ്യൂം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് കിടിലൻ റിസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ മേക്ക് മൈ റിസ്യൂം എന്ന് പറയുന്ന ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണോടും ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ കമൻസുകൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക.